വീണ്ടും ഒരിടത്ത് ഒരു പുലി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോകുന്നത് പാലക്കാട്ടേക്ക്. അവിടെ ജനവാസ മേഖലയിൽ വീണ്ടും പുലി സാന്നിധ്യമുണ്ട്. മലമ്പുഴ എലിവാലിൽ നിന്നും വളർത്തുനായയെ ഈ പുലി പിടിച്ചു. കഴിഞ്ഞ 14-ാം തീയതിയും ഇവിടെ ഇത്തരത്തിൽ പുലി എത്തി നായയെ പിടിച്ചിരുന്നു. വീട്ടുകാരുടെ കൺമുന്നിൽ വെച്ചാണ് നായയെ പുലി പിടികൂടിയത്. അജിത്തുണ്ട്. അജിത്ത്, മലമ്പുഴയിൽ വീണ്ടും പുലി സാന്നിധ്യം. വനം വകുപ്പ് ഒരു ചെറുവിരലെങ്കിലും അനക്കിയിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? ലക്ഷ്മി, അതിലൊരു പ്രത്യേകതയുള്ളത്, ഇത് ഈ പറയുന്ന ഈ കൃഷ്ണന്റെ വീട്ടിലാണ് പുലി എത്തിയത്. അവിടെ നിന്നാണ് ഇവർ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചാണ് ഈ നായയെ പുലി പിടിച്ചത്. ഈ വീട്ടിൽ തന്നെ 4ാമത്തെ തവണയാണ് ഇത്തരത്തിൽ പുലി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വീട്ടുകാർക്കുണ്ടാകുന്ന ഒരു ഭീതി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതാണ്. അതായത് കഴിഞ്ഞ 14-ാം തീയതിയും ഇത്തരത്തിൽ സദൃശ്യം സൂചിപ്പിച്ച പോലെ ഈ വീട്ടിലെത്തി പുലിയെ നായ പിടികൂടിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഈ വീട്ടിലെത്തി മറ്റൊരു നായയെ കൂടി പിടികൂടുന്നത്. 4 തവണ ആ വീട്ടിലെത്തുക എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണ്. സ്വാഭാവികമായിട്ടും ആ വീട് അനുഭവിക്കുന്ന വീടിന്റെ അവിടെയുള്ള മനുഷ്യർ അനുഭവിക്കുന്ന അസ്വസ്ഥത എത്ര വലുതാണെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. അത്തരത്തിൽ ഈ നേരത്തെ ഈ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും അതിന് കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല എന്നുള്ള വിമർശനം അടക്കം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഏതാണെങ്കിലും നിലവിൽ വലിയ തരത്തിലുള്ള ഭീതിയിലാണ് ഈ മേഖലയിലുള്ള ആളുകൾ. നിരന്തരമായി ഇത്തരത്തിൽ പുലി എത്തുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് പുലി എത്താനുള്ള സാധ്യതയൊക്കെ ഉൾപ്പെടെ ഇവർ കാണുന്നുണ്ട്. അത് വാസ്തവമാണ്. കാരണം 4 തവണ എത്തിയെങ്കിൽ വീണ്ടും എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് ആലോചിച്ചെത്താൻ മനസ്സിലാവുന്ന കാര്യമാണ്. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഒരു വീട്ടിൽ തന്നെ 4 തവണ പുലി എത്തുകയും 2 തവണ ആ വീട്ടിൽ നിന്ന് നായയെ പിടികൂടുകയും ചെയ്തു എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ചന്ദ്രശ്രീ, ശരി അജിത്ത്, ഈ പറഞ്ഞ പോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് ഇപ്പോൾ അജിത് ബാബു പറഞ്ഞതനുസരിച്ച് ഒരു വീട്ടിൽ 4 വട്ടം ഒരു പുലി എത്തുകയാണ്. 4 വട്ടം ഈ പുലി വരുന്നു, അവിടുത്തെ നായയെ പിടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ ഇനിയും ആ ശല്യത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ഭീതിജനകമായൊരു കാര്യം.